Amida birthday, Amida birthday, Amida birthday, happy birthday to you, Ami. Hey, hey. Amida cake എനിക്കും പോണേ. ഏകദേശം ഞങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ കിച്ചൺ ഇവിടെ അസംബിൾ ചെയ്ത് ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സെറ്റപ്പ് ആട്ടോ. നമ്മളെ കുറച്ച് ബലൂണുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആമി കണ്ടാവൂലേ? ഗുഡ് മോർണിംഗ് ആമി, ഹാപ്പി ബർത്ത്ഡേ. എന്നെ എടുക്ക ഒരുങ്ങാണോ? സുന്ദരിയാകണോ? എന്നെ ഇന്ന് പരിപാടി അങ്ങനെ കെട്ടല്ലേ, അങ്ങനെ മുകളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞ പിൻ ചെയ്ത് കെട്ട്. എടി പെണ്ണെ, ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ. വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് താഴെ പോയി നോക്കിയാലോ? നോക്കാം. ഡാഡി വരട്ടേന്ന് ചോദിച്ചേ. ഡാഡി ഞങ്ങള് വരട്ടെ? പോവാ. ഇഷ്ടമായ എനിക്ക്? നിന്റെ സർപ്രൈസ് നോക്ക് നീ. ഇഷ്ടായോ എനിക്ക്? ഫുള്ള് അന്താളിച്ചു പോയാ ആമി. ഇഷ്ടായിട്ട് നിനക്ക് ഗിഫ്റ്റ് ഒക്കെ? പാട്ട് വെക്കണോ? പാട്ട് വെക്കാം. കുറച്ച് എന്റെ ഡാൻസ് കളിച്ചാ നമുക്ക് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പാടിക്കേ എല്ലാരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ഇത് ഈ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കേ. ഇതിനകത്തുണ്ട് നിഞ്ച്. നിഞ്ചിനെ എഡിറ്റ് ചെയ്യാലോ? ആമി ഇപ്പൊ എത്ര ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തല്ല കാണിച്ചു കൊടുത്തേ. ഇത് ആമിയുടെ ഒരു ഗിഫ്റ്റ്. പിന്നെ ഇത് പെയിന്റ് അടിക്കാൻ ഒരു ലയൺ കിങ്. പിന്നെന്താ, ഇത് ഒരു ഡോഗ്. ഇനിയുണ്ട് ഓപ്പൺ ചെയ്യണം. ആമി ലാപ്ടോപ്പിൽ ഇത് ആമി ഇതെന്താ?
അതല്ല ബട്ടർഫ്ലൈയോ? എന്തുവാ ബട്ടർഫ്ലൈ ആണോ ആമി? ബട്ടർഫ്ലൈ ആണ്. നിങ്ങക്ക് ഇഷ്ടായോ? എന്നാ കൊറേ കിട്ടിയ നിനക്ക് ഗിഫ്റ്റ്. ഇഷ്ടായോ ആമി? ഇത് നോക്കി. എല്ലാരും താങ്ക് യു പറഞ്ഞേ. എന്തൊക്കെയാടി ഇതിനകത്തുള്ള? ബർഗറാണോ? ആമിയുടെ കിച്ചണിൽ നിന്ന് അമ്മയ്ക്ക് ഇന്ന് ഉണ്ടാക്കാലോ. ഇന്ന് കിച്ചൺ ഉദ്ഘാടനം ചെയ്യണ്ടേ? ഇവിടെ ഞങ്ങൾക്കെല്ലാം മാമ വെച്ചിരുന്നു കേട്ടാ. എന്നാ വാ കിച്ചണിൽ നോക്കാം. വാ കിച്ചണിൽ ചോറ് വെക്കാം. ആമി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ആമിയോട്. പപ്പയ്ക്ക് ഒത്തേ ഹാപ്പി ബർത്ത്ഡേ പപ്പ കൊടു. ഇനി അമ്മ കൊടുത്തേ. ഇല്ല കാണുന്നില്ല. ഇത് അമ്മ വെച്ചോ. ഹാപ്പി ബർത്ത്ഡേ ആമി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറയുന്നില്ല അമ്മേനോട്. കെട്ടിപ്പിടിക്ക്. ഇനി പപ്പ ഹാപ്പി ബർത്ത്ഡേ ടു യു ആമി. പപ്പയ്ക്ക് ഉമ്മ. പപ്പയ്ക്ക് ഉമ്മ അടി. അപ്പയ്ക്ക് ഉമ്മ എടുക്കടി. ഇഷ്ടായോ ഗിഫ്റ്റ്? കിച്ചൺ ഇഷ്ടായോ? ഇതെവിടെ വെക്കണ്ടേ നമുക്ക്? എവിടെ വെക്കുന്നേ? പപ്പയ്ക്ക് ഒരു ഉമ്മ. പപ്പയ്ക്ക് കിച്ചണല്ല, അവൾ കിച്ചൺ കൊടുക്കാതെ. എങ്ങനെ വെക്കുന്നേ? എങ്ങോട്ടാ വെക്കണ്ടേ? പാത്രമൊക്കെ കഴുകാൻ ഇത് ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. വെള്ളം വരും ഇവിടെ തിരിച്ചാല്. എന്തിനാ എന്റെ ബർഗർ സെറ്റ് ഒക്കെ എന്തി ബർഗർ ആക്കി? താങ്ക് യു പറയുന്നില്ലേ? ഇത് ഇതിനകത്ത് വെച്ചോ. ഇവിടെ വെച്ചോ. താഴെ വീഴും. ഇവിടെ വെക്ക്. ഇതിനകത്ത് വെക്ക്. പിടിച്ചടി നീ. ഇതേ ഇങ്ങോട്ട് വാ. ഇവിടെ ഓപ്പൺ ആക്ക്. ഇതിനടിയിലോട്ട് വെച്ചോ. ആമിക്ക് വേണ്ടപ്പോ ആമി തുറന്ന് ഓപ്പൺ ആക്കി എടുത്താ. ആമിക്ക് കിച്ചൺ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ കണ്ട നമ്മൾ പറഞ്ഞായിരുന്നു കിച്ചൺ മേടിച്ചു തരാം നിന്റെ ബർത്ത്ഡേക്ക്. അന്നോട്ട് പറയാൻ തുടങ്ങിയത്. ചിപ്സ് ഉണ്ടോ അതിനകത്ത്? ചിപ്സ് വേണം. തരുവോ? ഈ ഒച്ച വരെ വന്നു. ആയി എടുക്ക് മൈക്രോവേവില് ചിപ്സ് വെച്ചേക്കോ ഗൈസ്. നോക്ക് എടുക്ക്. ആയില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞേ. ആയോ? സോസ് ഇടുന്നില്ലേടി? അത് കുഞ്ഞമ്മയായിട്ടാ കണക്കാക്കിയേക്കുന്നത്. പ്ലേറ്റ് കൂടെ വേണോടി? പ്ലേറ്റ് ഇല്ലേ? എന്റെ മുന്നേ ഇത് നോക്കിയാട്ടെ. ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നു ഇവന്? അത് ഫ്രൈ ചെയ്തു. അത് തന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. ഹോട്ടൽ മാനേജ്മെന്റിനാണോ? മറിഞ്ഞു പോയോടാ. ലക്ഷണം കണ്ടിട്ടല്ലോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ. എല്ലാവർക്കും കൊടുക്ക ഓരോ ചിപ്സ്. ആമി ഉണ്ടാക്കിയതല്ലേ? ആമി ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ? ഇന്ന് ആമിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ. ആമി എല്ലാവർക്കും ചിപ്സ് ഉണ്ടാക്കി തരുന്ന. താങ്ക് യു ആമി. താങ്ക് യു ആമി. ഡാഡിക്ക് ഡാഡി എടുത്തില്ല. താങ്ക് യു. നല്ല ടേസ്റ്റ്. മമ്മിക്ക് വെത്തോ? അമ്മ തിന്നല്ലോ അല്ല പൊന്നാ? എല്ലാവർക്കും ഓരോന്നുണ്ട്. അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് മമ്മി തന്നല്ലോ. അതെ ആമിക്ക്. ഓക്കെ കറക്റ്റാ എല്ലാവർക്കും. പിന്നെ അടുത്ത കളിക്കാൻ വേണ്ടേ? ആമിയുടെ കേക്ക് കാണിക്കാൻ പോവാണേ.
എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കേക്ക് കാണിച്ചോട്ടെ. ഇഷ്ടപ്പെട്ടോ? കേക്ക് ഇഷ്ടായോ അമ്മ? ഇഷ്ടായോ? ഇതാരാ? പൂപ്പി. ബട്ടർഫ്ലൈസ് ഉണ്ട്, പൂപ്പി ഉണ്ട്. താഴെ ഒരു ക്യാറ്റ് ഇരിക്കുന്നു. ക്യാറ്റിനെ വേണം നിനക്ക് തിന്നാൻ. എന്നാ മുറിച്ചാലോ നമുക്ക് കേക്ക്? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവള് കേക്ക് നമുക്ക് തരുന്നില്ല. തരൂല നീ? ഞാൻ എടുക്കട്ടെ ഇവിടുന്ന്? ആമി കുട്ടൂന് സങ്കടായി കേട്ടോ. ദേ പപ്പ എടുക്കട്ടെ? ഈ പെണ്ണ് നമുക്ക് കേക്ക് തരുന്നില്ല. കുട്ടൂര് തരുന്ന കുറച്ച് ഒരു തുള്ളി പപ്പ തിന്നട്ടെ? എടി പപ്പ ഒരു ചെറിയ കഷ്ണല്ലേ എടുത്തോളൂ. നിന്റെ ബർത്ത്ഡേ എന്നാ നീ കഴിക്ക്. കുശുംബി പാറോ കേട്ടോ ഇത് നമ്മുടെ ആമിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ നമ്മള് ഈ ഒരു ഇതിന്റെ പേരെന്നായിരുന്നു? സിംബ. സിംബേനെ. അപ്പൊ സിംബയ്ക്ക് പെയിന്റ് കൊടുക്കാൻ പോവാട്ടോ ആമി ഇപ്പം. അപ്പൊ നമുക്ക് ഇതിലുള്ളത് പോലെ തന്നെ പെയിന്റ് കൊടുക്കണേ. അപ്പൊ ഇവിടെ അടിയാവും ഞങ്ങള്. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിയാണ് കേട്ടാ. ഇനി അംഗമാണ് അമ്മയും മോളും തമ്മിലുള്ള അംഗം. ഇതിനിപ്പോ പൂച്ചക്കുട്ടിയാവും. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഓക്കെ, അമ്മ പറയുന്ന പെയിന്റേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് 1. ഈ 1 നമുക്ക് എവിടെ കൊടുക്കണം? ഇത് ഇവിടെയൊക്കെ, ഇത് ഇവിടെ ഈ മേത്ത്. ഓക്കെ, അല്ലെങ്കിൽ 8 ആദ്യം കൊടുത്താലോ? 8 ആദ്യം കൊടുത്തിട്ട് 1 കൊടുക്കാം. 8 ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞ വർഷം ആമി കൊടുത്തതാട്ടോ ഈ കളറ്. ഇതിന്റെ ഔട്ടറൊക്കെ ഞാൻ ജസ്റ്റ് കൊടുത്തു, ബാക്കി മൊത്തം ആമി കൊടുത്തേ. നോക്കി സ്റ്റിച്ച് നല്ല രസമില്ലേ ഇതിനെ കാണാൻ? ഇതിനിപ്പോ കൊടുത്തു കഴിയുമ്പോ എങ്ങനെ ഉണ്ടാവും കാണാൻ നമുക്ക്. അല്ല ഇതിന്റെ ആ മെയിനായിട്ട് ഇച്ചിരി ഭാഗത്ത് വേറൊരു കളർ. അപ്പൊ അത് ആദ്യം കൊടുത്തിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാലേ, ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റയടിക്ക് എല്ലാം കൂടി അങ്ങ് മറ്റേ കളറും കൊടുത്തു കളയും. അല്ലേ ആമി? വേറൊരു പ്രത്യേകത ഉണ്ട്, ഇവള് കൊടുത്തെടുത്ത് തന്നെ വീണ്ടും പല പല കളർ കൊടുത്തു. ഇവിടെ മാത്രം കൊടുക്ക്, ഇപ്പത്തോട്ട് കൊടുക്കരുത് കേട്ടോ. ആയോ? ഇത് ഇതിനകത്ത് ഇനി ആയില്ല, അമ്മ ശരിയാക്കി തരാം. അതിനകത്ത് ഇനി ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ. അതാ നീ അതിനകത്ത് മുട്ടിച്ചോണ്ടായിരിക്കുന്നത്. അവിടെ അല്ല മോനെ, ഇവിടെ ഈ നഖത്തിന്റെ ഇവിടെ കണ്ടാ, ഇവിടെ എവിടെ എവിടെ? വാവ് ആമി സൂപ്പർ. അങ്ങനത്തെ ആമി ഫിനിഷ് ചെയ്തു കേട്ടോ. അത് കുറച്ച് പെയിന്റിന്റെ അതിപ്രസരം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിലും ഇങ്ങനെ തന്നെയായിരുന്നു. അത് മിന്നു ഓളാക്കിയതാട്ടോ ഇത്. ഞാനും ആമിയും കൂടെയാണ് ഇത് ചെയ്തത്. അടിയാണ് ഇവിടെ രണ്ടും കൂടെ. കരച്ചിലായിരുന്നു കേട്ടോ ആമി ഇത്ര നേരം. ഇത്ര നേരം കരച്ചിലൊന്നല്ലായിരുന്നു, കുറച്ചേരം കരഞ്ഞു കേട്ടോ. ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കി ചിണങ്ങിയതേ ഉള്ളൂ. എടി എന്നാ നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഫുഡ് കഴിക്കാം. കഴിക്കടേ ആമി? മമ്മ തിന്നാം? ഞാൻ പോവാൻ ഫുഡ് കഴിക്കാൻ. എന്നാലേ തന്നെ അതിങ്ങനെ വരളാൻ പറ്റുള്ളൂ. പിന്നോട് ഡ്യൂട്ടിക്ക് പോവാൻ വരെ പറഞ്ഞു. എന്നോട് പറയണേ 9 മണിയായി, നിനക്ക് ഡ്യൂട്ടി ഉണ്ട് പോവാൻ. ഡ്യൂട്ടി ഉണ്ടോ ആമി ഇന്ന് മമ്മിക്ക്? അല്ലെങ്കിൽ പിന്നെ ഡ്യൂട്ടിക്ക് പോണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ആളാ. 9 മണിയായി, പിന്നെ ഡ്യൂട്ടി ഉണ്ട് പോവാൻ. നല്ല രസമുണ്ട് അല്ലേ അടി? ഇച്ചിരി തിളക്കം കൂടി പോയതുണ്ട് ഡൗട്ട്. കുഴപ്പമില്ല. പക്ഷെ അന്നത്തെ സ്റ്റിച്ചിനേക്കാളും രസമുണ്ട് കേട്ടോ അല്ലേ? ഇത് ഉണങ്ങി കേട്ടോ, അത് ഡ്രൈ ആയി കണ്ടോ. പക്ഷെ നല്ലതായി ഇങ്ങനെ. പക്ഷെ ആമിക്കായില്ല. ഇത് നമ്മളെ ഒരു ഇതിന് വേണ്ടി മേടിച്ച കേട്ടോ. കുറച്ചും കൂടെ കഴിയണം, ഒരു 5-6 വയസ്സാവണം. 5 വയസ്സായ പിന്നെയും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ബർത്ത്ഡേ കേക്ക് ഒക്കെ നമ്മൾ മുറിച്ചു. ഇപ്പൊ അവള് ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേടി? അപ്പൊ അതിനുള്ള ചെറിയൊരു ആഘോഷമായിട്ട് അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഒരു വൈൻ കുടിക്കും കേട്ടോ.
ജ്യൂസ് അല്ലടി കള്ളിപ്പെണ്ണി, വൈനാടി. വൈൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ? ആമി ഞെട്ടിയോ? നിങ്ങളെ അഭിപ്രായം പറയണേ. ഞങ്ങൾ കണ്ടത്ര എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ, കാരണം എടുക്കാൻ പറ്റിയില്ല. കളി പെണ്ണേ, ഇവിടെ എങ്ങനെ ഞെട്ടിക്കണം നമുക്ക് എപ്പോഴും. നമ്മളിത് ആമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പായസം ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി പായസമാണ്. ഇന്ന് നമ്മള് ബിരിയാണി നെയ്ച്ചോറ് എന്നായിരുന്നു. നമ്മള് ചോറും കറിയുമാണ് അല്ലേ? നാടൻ ചോറും ചീരത്തോരനും പിന്നെ ചിക്കൻ കറിയും മോര് കറിയും കണ്ണിമാങ്ങ അച്ചാറും റിപ്പീറ്റ് പറയുന്നത് നീണ്ടോ. പിന്നെ പായസവും പാലട പായസം. പപ്പടം ഇല്ല. പപ്പടം ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ കൂട്ടി നമ്മൾ ഇന്ന് ആമയുടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്, കാരണം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ കടന്നുപോയ ആ ഒരു എന്താ പ്രസവ വേദന എന്താണെന്നറിയാത്ത ഞങ്ങൾ അല്ലെ, ഈ വേദന പ്രസവ വേദനയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്ന്. ആ ഒരു രീതിയിലൂടെ കടന്നുപോയ ഞങ്ങള് ഇന്നിപ്പം അന്ന് മീൻസ് വയറുവേദനയാണോ എന്നതാന്നൊരു പിടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നെ പറയട്ടോ. പ്രസവ വേദന എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും. ആമി ഡെലിവറി ആയത് 39 വീക്കിലാണ് നോർമലി പിള്ളേരൊക്കെ ജനിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ലേ, ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡെലിവറി എല്ലാവർക്കും അറിയില്ല വേദന. ആമി 41 വീക്കും 2 ഡേയ്സും ആയപ്പോഴാണ് ആമി ജനിച്ചത് കേട്ടോ. അപ്പൊ 41 ആഴ്ച അവള് വയറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം പെയിൻ എടുത്ത് അല്ലേ, 20-ാം തീയതി തൊട്ട് പെയിൻ തുടങ്ങി. 23-ന് വെളുപ്പിന് 5:51 ആമി ജനിക്കുന്നത്. കണക്കുറ 22-ാം തീയതി വരണ്ടേ. അങ്ങനെയായിരുന്നു എന്റെ ജൂൺ 22, ആമയുടെ ജൂലൈ 22. അങ്ങനെയാണ്. പക്ഷെ അത് ചെറിയൊരു ഇത് കാരണം അങ്ങനെ നീണ്ടുപോയി. സാരമില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് ഓക്കെ കുട്ടി അല്ലേ. സാധാരണ ഇവിടെ നടക്കുന്നവരുടെ ചോദിച്ചാലേ കുറച്ച് സംഭവബഹുലമായി. പക്ഷെ ദിവസം നമ്മുടേത് നല്ലതായിരുന്നു. നമ്മുടേത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിന്നോട് ആ നേഴ്സ് പറഞ്ഞില്ലേ നിന്റെ കൂടെ എനിക്ക് നല്ല സപ്പോർട്ടറായിരുന്നു ഞാനാ പ്രസവിച്ചത്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ചെറിയ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ലേടി ആമി? ആമി സർപ്രൈസ് ആയി. ആമി ആമിക്ക് ഇഷ്ടായ? ചെറുതായിട്ട് ആള് സർപ്രൈസ് ആയിട്ടോ. അല്ലേടി? ചെറുതായിട്ടൊന്നും അല്ല, ആമി നന്നായിട്ട് സർപ്രൈസ് ആയി. ആമി ഇരുന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ക്യാമറ ഓണാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത കണ്ണടച്ച് നിൽക്കുകയാണ്. ഇപ്പൊ കിച്ചണിൽ ആമി ഭയങ്കര പണിയാട്ടാ. ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ല. ആമി ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി. ഒരു ചായ വരട്ടെ. ചിപ്സ് ആക്കി തരുന്നു, ബർഗർ ആക്കി തരുന്നു, എന്തൊക്കെ ആക്കി തരുന്നതെന്ന് അറിയാമോ? അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാനാണ് ആഗ്രഹിച്ചത്. കാരണം നമ്മളൊരു ചെറിയ ആഘോഷമായിരുന്നു, നമ്മളെ വീട്ടുകാർ മാത്രമുള്ള ഒരു ആഘോഷമായിരുന്നു. അപ്പൊ അപ്പയും മമ്മിയും ഉണ്ട്, അമ്മയുണ്ട്. അപ്പൊ എല്ലാരും കൂടി നമുക്ക് ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ പറ്റി. എല്ലാരോടും പറഞ്ഞേ താങ്ക് യു പറഞ്ഞേ. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറഞ്ഞേ. പക്ഷെ ആമിയുടെ ഗ്രാൻഡ് ഫാദർ ഇല്ലായിരുന്നു. ഒരു ഗ്രാൻഡ് ഫാദർ വന്നില്ല. കേക്ക് മുറിച്ചോ? കേക്ക് ഇഷ്ടായോ? വലിയ കേക്ക് മേടിച്ചായിരുന്നു. വലിയ കേക്കായിരുന്നു. പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയില്ല എനിക്ക്. ബബിളുണ്ട്. ഓക്കെ ബബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഡോഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് റാബിറ്റ് ഉണ്ടായിരുന്നു. മുയലില്ലായിരുന്നു. പൂച്ച ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു. എവിടെയാണ് സംഭവം മനസ്സിലായില്ല. അതല്ല നമ്മള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതുപോലെ സാധിച്ചോ എന്ന് അറിയില്ല കേട്ടോ, കാരണം നമ്മള് അതന്നെ വേറൊന്നും കൊണ്ടല്ല. നമ്മൾ കുറച്ച് ഇത്തവണ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെയല്ല അല്ലേ, നമ്മൾ ആദ്യമായിട്ട് ഫാമിലിയുടെ കൂടെ ഇത്തവണയല്ലേ? അതെ ഇത്തവണ നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മള് വിചാരിച്ചത് നമ്മളെ ഫാമിലി മാത്രം മതി, അതാകുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഒരു അങ്ങനെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് അമ്മേനെ നമ്മൾ ഒരാഴ്ച മുമ്പേ കൊണ്ടുവന്നു. അതെ അപ്പം ഇങ്ങനെ അത് നമ്മള് വിചാരിച്ച
തുടങ്ങി ഇവിടെ അങ്ങ് തുടങ്ങി അടിപൊളിയായി. ഇത് എന്നാ വളർന്നു വരുന്നതനുസരിച്ച് ഇത് കുരുത്തക്കേട്ട ഒരു സാധനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ പറഞ്ഞേ കുരുത്തക്കേടെന്ന് പറഞ്ഞാല് കുരുത്തക്കേടാന്ന് പറഞ്ഞേ കുരുത്തക്കേടോ കുരുത്തക്കേട്. മുടിയെല്ലാം നോക്കിയോട്ടെ. ഇപ്പൊ ടോഡ്ലർ ടോഡ്ലറിന്റെ കുരുത്തക്കേടാണ്. ഇനി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ ഇച്ചിരി കൂടി കൂടും അല്ലേ ആമി? എടേ ഒരു ബർഗർ ആക്കി താടി എനിക്ക്. നീ ഒങ്ങ് വേണോ? ഒരു ബർഗർ താമസിക്കും. അപ്പൊ നമ്മളിങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും പണ്ടത്തെ. അതെ. അപ്പൊ നമ്മള് എന്താ പറയാ, ഒന്നാമത്തെ ജനിച്ച ദിവസവും ബർഗറൊക്കെ റെഡി മെയ്ഡ് ആണ്. സൂപ്പർ ആട്ടോ.